ഹായ് കൂട്ടുകാരെ, SR ക്രിയേഷന്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം കളിക്കാനും പഠിക്കാനും ഇന്ന് പുതിയൊരു കൂട്ടുകാരൻ എത്തുന്നു. ആരാണെന്നോ? നമുക്ക് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന തുടർന്നുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല, ഫേസ്ബുക്കിൽ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം SR ക്രിയേഷനിലേക്ക്. കൂട്ടുകാരെ, നിങ്ങളുടെ ഒപ്പം കളിക്കാനും പഠിക്കാനുമായിട്ട് ഒരു കൂട്ടുകാരൻ എത്തുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? അതെ, ആ കൂട്ടുകാരന്റെ പേരെന്താണെന്നറിയാമോ? അവന്റെ പേരാണ് കമ്പ്യൂട്ടർ. കൂട്ടുകാർക്ക് കമ്പ്യൂട്ടർ ഇഷ്ടമാണല്ലോ. ഇഷ്ടമാണല്ലേ? കമ്പ്യൂട്ടറിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ കൂട്ടുകാർക്കറിയാം? കമ്പ്യൂട്ടറിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നറിയാമോ? നമുക്ക് നോക്കാം, അല്ലേ കൂട്ടുകാരെ? നമ്മുടെ കമ്പ്യൂട്ടറിൽ പാട്ട് കേൾക്കാനും സിനിമ കാണാനും കഴിയും. നമ്മൾ 1-ാം ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ ഈ കമ്പ്യൂട്ടർ പറയുന്ന കേൾക്കൂ. പാട്ട് കേൾപ്പിക്കാനും സിനിമ കാണിക്കാനും എനിക്കറിയാം. അപ്പോ കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത പാട്ട് കേൾക്കാം, സിനിമ കാണാം. ഇനി എന്തൊക്കെയുണ്ട് നോക്കൂ. എന്റെ കയ്യിൽ പലതരം കളികളുണ്ട്. അപ്പൊ കമ്പ്യൂട്ടറിന്റെ മറ്റൊരു സവിശേഷത എന്താണ്? നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും. നമുക്ക് പലതരം കളികൾ കളിക്കാൻ കഴിയും. ഇനി എന്താണെന്ന് നോക്കൂ. എന്റെ കൂടെ ആരൊക്കെയുണ്ടെന്ന് പറയാമോ? നമ്മുടെ ഈ കമ്പ്യൂട്ടർ ചോദിക്കുകയാണ്, എന്റെ കൂടെ ഉള്ളത് ആരൊക്കെയാണെന്ന് അറിയാമോ? ആരൊക്കെയാണ് കൂട്ടുകാരെ? പറയൂ. നമ്മൾ 1-ാം ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? മോണിറ്റർ, CPU, മൗസ്, കീബോർഡ് ഇവയൊക്കെ അടങ്ങിയതാണ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കളിക്കാൻ ഇഷ്ടമല്ലേ? ഇഷ്ടമാണല്ലേ? കൂട്ടുകാർക്ക് കളിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. ഇതാ ധാരാളം കളികളുമായാണ് കമ്പ്യൂട്ടർ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ കമ്പ്യൂട്ടർ കൂട്ടുകാർക്ക് പഠിക്കാനും കളിക്കാനുമാണ് അല്ലേ? അപ്പോൾ നമ്മളെ കമ്പ്യൂട്ടറിൽ ഒത്തിരി കളികളുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാണ് Gcompress. ടീച്ചറുടെ സഹായത്തോടെ Gcompress കളിച്ചു നോക്കൂ. നമുക്ക് നോക്കാം എങ്ങനെയാണ് Gcompress കളിക്കുന്നതെന്ന്. കൂട്ടുകാർക്ക് Gcompress തുറക്കാൻ അറിയാമോ? അറിയില്ല അല്ലേ? നമുക്ക് പഠിക്കാം. കമ്പ്യൂട്ടറിൽ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്. അത് കൂട്ടുകാർക്ക് അറിയാമോ? അറിയാമല്ലേ? സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻസ് എന്ന ഓപ്ഷൻ വരുന്നു. ആപ്ലിക്കേഷനിൽ എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് എഡ്യൂക്കേഷണൽ സ്യൂട്ട് Gcompress എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ദാ ഇവിടെ കാണുന്നത് പോലത്തെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. കൂട്ടുകാരെടുത്തല്ലോ അല്ലേ? ഇനി നോക്കാം, ഇനി എന്താണ് ചെയ്തത്. ഇനി കളിച്ചു തുടങ്ങിക്കോളൂ. കളിച്ചു തുടങ്ങണമെങ്കിൽ നമുക്ക് അതിന്റെ ബട്ടൺ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ കൂട്ടുകാരെ? അറിയണമല്ലേ? അപ്പൊ കൂട്ടുകാർക്ക് അറിയാമോ അതിലെ ബട്ടൺസ് ഒക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന്? അറിയില്ല. നമുക്ക് അത് പഠിച്ചിട്ട് കളിച്ചു തുടങ്ങാം. Gcompressലെ ബട്ടണുകൾ. എത്ര ബട്ടണുകളാണുള്ളത് കൂട്ടുകാരെ? Gcompressൽ 4 ബട്ടണുകളാണ് ഉള്ളത്. നോക്കൂ, ഒരു ചോദ്യ ചിഹ്നമാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് അല്ലേ? സഹായം ലഭിക്കാനാണ്. അപ്പോ നമുക്ക് എങ്ങനെയാണ് കളിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ അറിയാൻ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അറിയാനായിട്ട് കഴിയും. അടുത്ത് രണ്ടാമത്തെ നോക്കൂ. എന്താണത്? കളിയുടെ നിലവാരം മാറ്റാൻ. അതായത് നമ്മൾ പറയില്ലേ, ലെവല് മാറുക. 1, 2, 3 അങ്ങനെ നമുക്ക് നിലവാരം മാറ്റി കളിക്കാനായിട്ട് കഴിയും. അതാണ് രണ്ടാമത്തെ ബട്ടൺ. ഇനി മൂന്നാമത്തേത് നോക്കൂ. ഒരു വീടിന്റെ ആകൃതിയിലൊക്കെ ഇരിക്കുന്നുണ്ട്. അത് കളിയിൽ നിന്ന് മടങ്ങാൻ, അതായത് നമുക്ക് കളിച്ച് മതിയായെങ്കിൽ നമുക്ക് പുറകിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി നോക്കൂ, 2 ആരോ മാർക്കുകൾ ഇങ്ങനെ റൗണ്ടില്. അതെന്തിനാണ്? കളി ആവർത്തിക്കാൻ. നമുക്ക് ഒന്നുകൂടെ കളിക്കണം. നമുക്ക് കളി ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ കളി വീണ്ടും എന്ത് ചെയ്യും? ആവർത്തിക്കും അല്ലേ? അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള ബട്ടണാണ് 4ാമത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ Gcompressലെ ബട്ടണുകൾ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ അല്ലേ? ഒന്ന് വായിച്ചു നോക്കൂ. ആദ്യത്തെ ബട്ടൺ എന്തിനാണ്? സഹായം ലഭിക്കാൻ. കൂട്ടുകാർ ഉറക്കെ പറയൂ. രണ്ടാമത്തേതോ? കളിയുടെ നിലവാരം മാറ്റാൻ. മൂന്നാമത്തേതോ? കളിയിൽ നിന്ന് മടങ്ങാൻ. ഇനി നാലാമത്തേതോ?
കളി ആവർത്തിക്കാൻ. അപ്പൊ കൂട്ടുകാർക്ക് ജി കോംപ്രസിലെ ബട്ടണുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ നമുക്കിനി കളിച്ചു തുടങ്ങാം. നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഒന്നാമത്തെ കളി. ഒന്നാമത്തെ ഗെയിമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതല്ലേ. അപ്പൊ എന്താണെന്ന് നോക്കാം. പാഠം 1, നിറമേത്. നിറങ്ങളെ കുറിച്ച് കൂട്ടുകാർക്ക് അറിയില്ലേ? അറിയാമല്ലേ? കൂട്ടുകാർക്ക് അറിയാവുന്ന നിറങ്ങളുടെ പേര് പറയൂ. കറുപ്പ്, ചുവപ്പ്, പച്ച, നീല, ഇങ്ങനെ പലതരം നിറങ്ങൾ അല്ലേ. അപ്പൊ നോക്കൂ, കൂട്ടുകാർക്ക് ലോലിപോപ്പ് ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ. നല്ല മധുരമാണ് ലോലിപോപ്പിന്. ലോലിപോപ്പ് പല നിറത്തിലുണ്ടല്ലേ കൂട്ടുകാരെ? ഉണ്ട്. അപ്പൊ നമുക്കിവിടെ കുറെ ലോലിപോപ്പ് കാണാം. ആ ലോലിപോപ്പിന്റെ നിറങ്ങൾ കൂട്ടുകാർ ഉറക്കെ പറയണം. പറയുമല്ലോ. ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, പച്ച, നീല, വയലറ്റ്, റോസ്. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ലോലിപോപ്പ് ഏതാണ്? അതിന്റെ കളർ പറയൂ. വെരി ഗുഡ്. നോക്കൂ കൂട്ടുകാരെ, നമ്മൾ പാഠം പഠിക്കാൻ പോവുകയാണ്. നമ്മുടെ ഇവിടെ ഒരു ബ്ലാക്ക് ബോർഡൊക്കെ ഉണ്ട്. ഒരു ബോർഡുണ്ട്. ബോർഡിൽ എന്താ എഴുതിയിരിക്കുന്നത്? വായിച്ചു നോക്കൂ. പാഠം 1, നിറമേത്, സ്റ്റാൻഡേർഡ് 2. അപ്പോ ബ്ലാക്ക് ബോർഡിൽ പാഠം 1 നിറമേതെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കണ്ടില്ലേ ലോലിപോപ്പ്. ഈ ലോലിപോപ്പിന്റെ നിറങ്ങൾ നമുക്കിവിടെ എഴുതി വെച്ചാലോ. നോക്കൂ, ഇതേത് കളർ ലോലിപോപ്പാണ് കൂട്ടുകാരെ? ചുമപ്പ്. അടുത്തത് കൂട്ടുകാർ പറയണം. നോക്കൂ, ഓറഞ്ച് ആണല്ലേ. എഴുതി നോക്കൂ, ഓറഞ്ച്. ഇനി നോക്കൂ, മഞ്ഞ. അടുത്ത് നോക്കൂ, പച്ച. എങ്ങനെയാണ് എഴുതുന്നത്? ശരി. ഇനി നോക്കൂ, നീല. അടുത്തതോ വയലറ്റ്. എങ്ങനെയാണ് എഴുതുക? ബോർഡിൽ എഴുതൂ, വയലറ്റ്. ഇനി നോക്കൂ, റോസ്. എങ്ങനെയാണ് എഴുതുക? നമ്മുടെ ബോർഡിൽ എഴുതാം, റോസ്. അപ്പൊ കൂട്ടുകാര് ഇത്രയും നിറങ്ങളുടെ പേര് എഴുതി പഠിക്കണം. എഴുതി പഠിക്കുമല്ലോ അല്ലേ? ശരി. ഇരിപ്പുണ്ടല്ലേ വയലറ്റ് താറാവ്. മുകളിൽ പറഞ്ഞ നിറത്തിലുള്ള കിളിയുടെ മുകളിൽ ക്ലിക്ക് ചെയ്യൂ. അപ്പോ വയലറ്റ് താറാവിന്റെ മുകളിൽ എന്ത് ചെയ്യണം? ക്ലിക്ക് ചെയ്യണം. അപ്പൊ നമ്മുടെ അടുത്ത താറാവിന്റെ നിറം പറയും. അപ്പോ അത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പൊ കൂട്ടുകാര് റെഡിയല്ലേ? നോക്കൂ കൂട്ടുകാരെ, ഇവിടെ ഇരിക്കുന്ന താറാക്കുഞ്ഞുങ്ങളുടെ നിറങ്ങൾ കൂട്ടുകാർക്ക് അറിയാമോ? കുറച്ചൊക്കെ അറിയാമല്ലേ? നമുക്ക് ഏതൊക്കെയാണ് ആ നിറങ്ങളെന്ന് എഴുതി നോക്കിയാലോ. എഴുതി നോക്കാം. ആദ്യം ഇരിക്കുന്ന താറാവിന്റെ നിറം എന്താണ്? നമുക്കറിയാം, നീല നിറമാണ് അല്ലേ. രണ്ടാമതിരിക്കുന്നതോ ബ്രൗൺ നിറമാണ്. മൂന്നാമതിരിക്കുന്നതിനോ പച്ച നിറമാണല്ലേ. ഇനി നാലാമത്തെ താറാവിന് എന്ത് നിറമാണ്? തവിട്ട് നിറമാണ്. അഞ്ചാമത്തേനോ ഓറഞ്ച് നിറമാണല്ലേ കൂട്ടുകാരെ. അതെ. ഇനി അടുത്തത് നമുക്കറിയാം, ഏതാണ്? വയലറ്റ് നിറമാണ്. ഈ താറാവിനാണ് നമ്മൾ ക്ലിക്ക് കൊടുക്കേണ്ടത്. ഇനി നോക്കൂ, അടുത്തത് ചുമപ്പ് നിറമാണല്ലേ. ഇനി അടുത്ത താറാവിന്റെ നിറം കൂട്ടുകാര് പറഞ്ഞോളൂ. മഞ്ഞ. അടുത്തതോ കറുപ്പ്. അടുത്തതോ വെള്ള. അപ്പൊ നമ്മള് എല്ലാ താറാവിന്റെ നിറങ്ങളും എഴുതിയല്ലേ. ഈ നിറങ്ങളൊക്കെ കൂട്ടുകാരെ എഴുതി പഠിക്കുമല്ലോ അല്ലേ. അപ്പൊ നോക്കൂ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു ഗെയിം കൂടെ കളിക്കാം. ഗെയിം കളിക്കാനായിട്ട് ജി കോംപ്രസ് ആണ് തുറക്കേണ്ടത്. എങ്ങനെയാണ് ജി കോംപ്രസ് തുറക്കുക? നമ്മൾ ആദ്യം പഠിച്ചു അല്ലേ. എങ്ങനെയാണ് പറഞ്ഞോളൂ. സ്റ്റാർട്ട് ബട്ടണില് ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷനിൽ എന്ത് വരും? എഡ്യൂക്കേഷൻ വരും. എഡ്യൂക്കേഷനില് എഡ്യൂക്കേഷണൽ സ്യൂട്ട് ജി കോംപ്രസ് തുറക്കുക. അപ്പൊ നമുക്ക് അടുത്ത ഗെയിം കിട്ടുന്നു. ആ ഗെയിം ചൂസ് ചെയ്തെടുക്കണം. കണ്ടുപിടിക്കാമോ? എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത്? നോക്കൂ, കണ്ടുപിടിക്കണം. പെൻഗിന്റെ കയ്യില് 3 തരത്തിലുള്ള കളറുണ്ട്. ഏതൊക്കെയാണ്? ചുമപ്പ്, നീല, പച്ച. ഈ നിറങ്ങൾ തുടർന്നുള്ള കട്ടകളിലുണ്ട്. കണ്ടോ? നിറങ്ങൾ ഉപയോഗിച്ച് കളിക്കാം.
നിറങ്ങൾ. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിറങ്ങളായിട്ട് ദാ പക്ഷികളെ കാണാനായിട്ട് കഴിയും. കണ്ടോ കൂട്ടുകാര്? ഇങ്ങനെയാണ് കളിക്കേണ്ടത്. ഇപ്പൊ കൂട്ടുകാർക്ക് കളികളൊക്കെ ഇഷ്ടമായോ? ഇഷ്ടമായല്ലേ? ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.